ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കാണാൻ വരുമോ? സീരിയസ് ക്വസ്റ്റ്യനാ. അന്ന് ജീവിച്ചിരിക്കുന്ന അത്രയ്ക്ക് ഉറപ്പല്ലേ? സത്യസന്ധമായി പറയുകയാണ്, ഞാൻ മരിച്ചാൽ നിങ്ങൾ ആരും എന്നെ കാണാൻ വരണ്ട, ചടങ്ങുകളും നടത്തണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹം എന്നോട് പ്രകടിപ്പിക്കാനുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ചെയ്യുക. മരിച്ചു കഴിയുമ്പം എള്ള്, നെയ്യ്, പാല്, തൈര്, പഴം ഇതെല്ലാം കൂടെ കൊണ്ട് വെച്ച് എനിക്ക് കാണാൻ പോലും പറ്റത്തില്ല. അതിപ്പം മേടിച്ച ഞാനത് കഴിച്ചിട്ട് പുഷ്ടിപ്പെട്ടിട്ട് നല്ല ആരോഗ്യത്തോടെ ഞാൻ നിൽക്കാം. ഞാൻ കുറച്ചുകൂടെ ക്ലാസ് ഒക്കെ നന്നായിട്ട് എടുക്കാം. പട്ടിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ വല്ല ഷർട്ടും മേടിച്ച ഞാൻ ഇട്ടോണ്ട് വരാം അടുത്ത ക്ലാസ്സിൽ. മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ പരിപാടി മുഴുവൻ ഉണ്ടല്ലോ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന. കല്യാണത്തിന് ആയിരക്കണക്കിന് ആൾക്കാർ കാണും, മരിച്ചതിനും കാണും 500 1000. ഒരാവശ്യത്തിന് ആശുപത്രി നിൽക്കുമ്പോ എത്ര പേരുണ്ട്? എന്റെ അമ്മ കഴിഞ്ഞ മാസം വീണ് കാല് വട്ടം ഒടിഞ്ഞ് 2 ബോണ് പൊട്ടി മുട്ട് തൊട്ട് താഴെ വരെ കമ്പിയിട്ട് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവിടെ കാഷ്വാലിറ്റി തുടങ്ങി. രാത്രിയിലാണ് ഞാൻ ചെല്ലുന്നത്. അന്ന് എന്റെ ഭാര്യയ്ക്ക് അത്യാവശ്യമായിട്ട് അച്ഛനെയും കൊണ്ട് വീട്ടിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അമ്മയുടെ കൂടെ ഒരു സ്ത്രീ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അന്ന് രാത്രി ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട്. അമ്മ ടോയ്ലറ്റിൽ കൊണ്ടുപോകണം. എങ്ങനെ കൊണ്ടുപോകും? സ്ത്രീകളുടെ ജോലിയില്ലാത്ത എനിക്ക് പോകാൻ പറ്റുമോ? അമ്മ ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ ഞാൻ റെഡിയാ, ബെഡ് പാൻ വെച്ചു കൊടുക്കാൻ ഞാൻ റെഡിയാ, ഞാൻ ചെയ്യും. പക്ഷെ എങ്ങനെ കൊണ്ടുപോകും? എന്നിട്ട് ഞാൻ അവിടെയുള്ള 1-2 അറ്റൻഡർമാർ ചേച്ചിമാരുണ്ട്, അവരെ ചേച്ചി ഒന്ന് വരാമെന്ന് വെച്ചിട്ട് ടോയ്ലറ്റിന്റെ വാതൊക്കെ വരെ പോയിട്ട് അവരെ അകത്ത് കയറ്റി വിട്ടിട്ട് വെളിയിൽ വെച്ച് വലിച്ചുകൊണ്ട് പോകും. ആ രാത്രി മുഴുവൻ ഞാൻ കഴിഞ്ഞ അങ്ങനെയാ. 32K ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് ഫേസ്ബുക്കിൽ, 28K ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമില്. അന്ന് ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് കൂടെ നിൽക്കാൻ ഒരു മനുഷ്യനില്ല. ചില ദിവസം എനിക്ക് ക്ലാസ് ഉണ്ട്, ഒരു ലേഡിയെ പേയ്മെന്റ് കൊടുത്ത് നിർത്തിയിട്ട് പോവാ. പക്ഷെ ഇവർക്ക് കമ്മിറ്റ്മെന്റ് കുറവല്ലേ. ഞാനൊരു ദിവസം സത്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. ഞാൻ വൈകുന്നേരം ഓടി ചെല്ലുമ്പോ അമ്മ കിടന്ന് ഉറങ്ങുക. ഞാനിങ്ങനെ തൊട്ടപ്പോ അമ്മ പേടിച്ചിട്ട് എഴുന്നത്, ഞാൻ ഇവിടെ കിടന്നിട്ടെ ബൈസ്റ്റാൻഡർ കൂടെ നിന്നില്ല, ഞാൻ കുറെ സമയം ഒറ്റയ്ക്ക് കിടന്നു, എനിക്ക് ദാഹിച്ചിട്ടേ വെള്ളം എടുത്തരാൻ ആരുമില്ല, എനിക്ക് കാലനക്കാൻ മേല, ഞാനൊരു സ്വപ്നം കണ്ട് പേടിച്ച എഴുന്നേറ്റെന്ന്. എനിക്ക് എന്റെ ചങ്ക് ഇങ്ങനെ കാറി. കാരണം എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കൊല്ലം ജീവിച്ച എന്റെ അമ്മയെ എനിക്ക് നോക്കാൻ ആ സമയത്ത് ഒരാളെ കിട്ടിയില്ലല്ലോ എന്ന്. എന്റെ ബന്ധുക്കളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് വലിയ സൗഹൃദമൊക്കെ ഉണ്ടെന്ന് പറയുക. ജീവിച്ചിരിക്കുമ്പം സ്നേഹം പ്രകടിപ്പിക്കണം. നിങ്ങളുടെ ബന്ധുക്കളിൽ, സുഹൃത്തുക്കളിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് മേലാതിരിപ്പുണ്ടോ? കേൾക്കാൻ ആളില്ലാതിരിപ്പുണ്ടോ? ഒന്ന് ഫോൺ വിളി, ഒന്ന് ചെല്ല്, ഇന്ന് തിരിച്ചു പോകുമ്പോ ഒന്ന് കയറ്, ഒന്ന് കുറച്ച് സമയം സംസാരിക്കുക. പറ്റുമെങ്കിൽ ഒരു നേരത്തെ ഫുഡോ മരുന്നോ മേടിച്ചു കൊടുക്കുക. അല്ലാതെ മരിച്ചു കഴിയുമ്പോ വലിയ ബൊക്കയും പിടിച്ചുകൊണ്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലാതിരിക്കുക. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാ, അത് ജീവിച്ചിരിക്കുമ്പോ പ്രകടിപ്പിച്ചാൽ മതി. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആരും കാണാനും വരണ്ട, കർമ്മവും ചെയ്യണ്ട, നേരെ എടുത്ത് കടക്കിയിട്ടേക്കാം. ഓക്കെ.